ഗൂഗിൾ കെ വേണുഗോപാലാണ് സജീഷിൻ്റെ മലപ്പുറം ഒതുക്കങ്ങിലെ വീട്ടിൽ നിന്ന് തത്സമയം ചേർന്നത്. എന്നാൽ ഈ വീരമൃത്യു വരിച്ച ജവാന് നമ്മുടെ ആദരാഞ്ജലികൾ കൂടി അർപ്പിക്കുന്നു. മാത്യു എന്നോട് ചോദിക്കുകയാണ്, SKN ഉദ്ദേശിച്ച സ്ഥിരം കുറ്റി ആരാണാവും? എന്തായാലും മാത്യു അല്ല, ആളിനെ സ്ഥിരം കുറ്റി മാത്രമല്ല, കുറ്റികൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കുടുംബാംഗങ്ങളായവർ, അവരിൽ കുറേ ആൾക്കാരെ കാണുന്നില്ല. അവരൊക്കെ എനിക്കറിയാം, ഈ ഞായറാഴ്ച നമുക്കൊരു ആലസ്യമാണ്, എഴുന്നേക്കാൻ തോന്നില്ല. പിന്നെ രാത്രിയിലും ചിലപ്പോൾ നമ്മൾ OTTയിൽ സിനിമ കണ്ടു കാണും, നട്ടപാതിര വരെ കാത്തിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പല കാരണങ്ങളാണ്. എന്നാലും നമുക്ക് രാവിലെ നമ്മൾ ഒന്നിച്ച് കൂടിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ്. ഇനി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക്. അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിലെ പനാജിയിൽ തുടരുകയാണ്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിലെ ഫീച്ചർ നോൺ ഫീച്ചർ സിനിമകളുടെ പ്രദർശനമാണ് ഇന്നുണ്ടാവുക. ക്ലാസിക് ചിത്രങ്ങളുടെ പ്രത്യേക പ്രദർശനത്തിൽ മോഹൻലാൽ നായകനായ കിരീടവും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത മാധ്യമപ്രവർത്തകനും അതുപോലെ നമ്മുടെ 24ന്റെ പ്രത്യേക പ്രതിനിധിയുമായ പറക്കോട് ഉണ്ണികൃഷ്ണൻ പനാജിയിൽ നിന്ന് ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉണ്ണികൃഷ്ണൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ചലച്ചിത്രോത്സവത്തിലെ വിശേഷങ്ങൾ? പറയൂ. കണ്ട സിനിമകളൊക്കെ എങ്ങനെ, കാണാൻ പോകുന്ന സിനിമകൾ എങ്ങനെ? പിടിച്ചു വരികയാണ്. ഓരോ ദിവസവും പ്രതിനിധികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇന്ന് മേളയുടെ ഒരു പ്രധാന പ്രത്യേകത, നേരത്തെ ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയുടെ അതുപോലെ ഇന്ത്യൻ സിനിമയുടെ മുഖ്യധാരാ സിനിമകളുടെ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. മേളയുടെ പ്രധാന വേദികൾ എന്ന് പറയുന്നത് പനാജിയിലുള്ള ഐനോക്സ് 1, 2, 3, 4, അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള മാക്കിനോസ് പാലസ്, രവീന്ദ്രഭവൻ മഡ്ഗാവ്, അതോടൊപ്പം അശോക് ഓടി, സമ്രാട്ട് ഓടി എന്ന 2 സ്വകാര്യ സിനിമാ തിയേറ്ററുകൾ, പിന്നെ പൊറവാരത്തുള്ള 4 തിയേറ്ററുകൾ. ഇത്രയും സ്ഥലത്താണ് ഈ സിനിമകൾ നടക്കുന്നത്. ഇന്ന് ഈ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലെ ചിത്രങ്ങളും അതോടൊപ്പം കൺട്രി ഫോക്കസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജാപ്പനീസ് സിനിമകളുടെ പ്രദർശനവും ഉണ്ട്. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ്. നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന കാര്യം, മലയാളിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഡെലിഗേറ്റുകളിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 75% പേരും മലയാളികളാണ് എന്ന് പറയുമ്പോൾ ഈ ഉത്തരേന്ത്യൻ സിനിമ ആസ്വാദകരും സിനിമ നിർമ്മാതാക്കളും സിനിമാ സംവിധായകരും ഒക്കെ നമ്മളോട് പറയുന്നത്, ഞങ്ങൾ മലയാള സിനിമ പതിവായി കാണുന്ന ആളുകളാണ്, മലയാള സിനിമയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമാണെന്ന് പറയുമ്പോൾ സിനിമ സ്നേഹികളായ നമുക്ക് വലിയ ഒരു അഭിമാനം തോന്നാറുണ്ട്. IFFK കുറിച്ച് ഇവർക്കെല്ലാം അറിയാം. തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയെ കുറിച്ച് ഇവർക്കെല്ലാം അറിയാം. ഇവരെ അവിടേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ചിത്രങ്ങളുടെ നിലവാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവർക്കെല്ലാം വലിയ അഭിപ്രായമാണ് അതിനെക്കുറിച്ചുള്ളത്. ഇന്ന് മലയാള സിനിമയുടെ ചിത്ര വിഭാഗത്തിൽ സമർ KV സംവിധാനം ചെയ്ത സർക്കീറ്റ് പോലെയുള്ള സിനിമകൾ ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ ശിവരാജ് വൈദ്യ സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ് മെയിൻ സ്ട്രീം സിനിമ വിഭാഗത്തിൽ ശ്രദ്ധേയമായി ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം. അതോടൊപ്പം തന്നെ ലോക സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ പ്രദർശിപ്പിച്ച ജാഫർ പനാഹിയുടെ ചിത്രം ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന് പറയുന്ന ചിത്രം ഈ വർഷത്തെ ഇന്ത്യൻ പനോരമ ഈ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലില് പാംഡിയോർ ലഭിച്ച ചിത്രമാണ്. നമുക്ക് ഈ ജാഫർ പനാഹി എന്ന് പറയുന്ന സംവിധായകനെ മലയാളികൾക്ക് ഏതാണ്ട് നമ്മളുടെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ അല്ലെ അരവിന്ദനെ പോലെയൊക്കെ അടുത്തറിയാവുന്ന ഒരു സംവിധായകനാണ്. ഈ ഇറാനിൽ നിന്ന് അവിടുത്തെ ഭരണകൂടത്തിന്റെ പെർസിക്യൂഷൻ ഭയന്നിട്ട് ഒളിവിൽ പോവുകയും അവിടെ നിന്ന് സിനിമ ഒളിച്ചു കടത്തുകയൊക്കെ ചെയ്ത് പുറത്ത് ലോക സിനിമാ വേദിയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. അതൊക്കെ നിറഞ്ഞ സദസ്സിലാണ് ഇന്നലെ പ്രദർശിപ്പിച്ചത്. ഇന്ന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ വിഭാഗത്തിലായാലും അന്തർദേശീയ വിഭാഗത്തിലായാലും നിരവധി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.